എൻ്റെ കലയാണെന്നങ്ങ് കണ്ടച്ച് പിടിച്ച് തൊപ്പിയും വെച്ച് സംസാരിക്കരുത്. സംവിധായകൻ്റെ കലയല്ലേന്ന് ചോദിച്ചാലാണ്. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോട്ട് എടുത്തു. ഈ റോഡ് MG റോഡിൻ്റെ സൈഡിൽ നിന്ന് ക്യാമറ വെച്ചൊരു ഷോട്ട് എടുത്തപ്പം നായകൻ ഒരുപക്ഷെ നായികയുടെ പ്രേമലേഖനം വായിക്കുന്നതായിരിക്കും സിറ്റുവേഷൻ. വളരെ ദൂരെ ഒരു മുസ്ലിമിൻ്റെ മരണത്തിൻ്റെ ശവമഞ്ചം പോകുന്നു. സംവിധായകൻ്റെ കലയാണ്. പുള്ളി ഇത്രയും ബുദ്ധിമുട്ടി അവിടെ ശവമഞ്ചം അറേഞ്ച് ചെയ്തില്ലേ, ഫിറ്റാസ്റ്റിക് എന്ന് പറയരുത്, അതല്ല. പക്ഷേ ആ ശവമഞ്ചം അവിടെ അപ്പോൾ നീങ്ങുന്നത് തൊപ്പി വെച്ച ഈ സംവിധായകൻ്റെ സമ്മതത്തോടാണ്. അയാൾ അറിയാതെ പോയെങ്കിൽ അയാൾ ആ തൊപ്പി അഴിച്ചു വെച്ച് വേറെ പണിക്ക് പോകും. ഇപ്പം ഞാൻ തന്നെ നിങ്ങളോട് ചോദിക്കാം, പടത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇപ്പം ABCD എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതിലേറ്റവും എളുപ്പം. A ഡയറക്ടർ, B ഇത് ഞാൻ പരീക്ഷിച്ചതാണ്. അങ്ങനെ നോക്കിയപ്പം റേറ്റിംഗുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവരെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സുമാണ്. അപ്പം ജനം, മലയാളി എന്ന് പറഞ്ഞ ജനം ഒരിക്കലും ഒരു മഠേനല്ല. അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇവിടുത്തെ പ്രേക്ഷകരുടെ ഒറ്റ ബലം കൊണ്ടാണ്. പ്രേക്ഷകർ വിട്ടുള്ള ചില തലങ്ങളുണ്ട്. നിരൂപകർ, അവർക്കൊന്നും ഞാൻ പ്രിയപ്പെട്ടവനല്ല. നിരൂപകർ മലയാള സിനിമയിലെ സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ അച്ചുവേട്ടൻ്റെ വീടിനെ സൗകര്യപൂർവ്വം മറക്കുന്നത് വേദനയോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ വകവയ്ക്കുന്നില്ല, വേറെ കാര്യം. കാരണം അച്ചുവേട്ടൻ്റെ വീട് ഞാൻ മനുഷ്യരുടെ മനസ്സിലിട്ട വിത്താണ്, അത് പോവില്ല. ഞാൻ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഹോർഡിങ്സിൽ ബഹളം ഉണ്ടാക്കുക ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ. എൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ നട്ടതാണ്. വെള്ളമൊഴിച്ച് വളരെ ശ്രദ്ധയോടെ ഒരു പൂജ ചെയ്യുന്നതിന് ചെയ്ത് എൻ്റെ ചിത്രങ്ങൾ ഇന്നും ചാനലിൽ വരുമ്പം, ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും ചാനലിൽ വരുമ്പോഴും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ഐ സേ താങ്ക്സ് ടു ഗോഡ്, ദൈവമേ എൻ്റെ കർമ്മം ഇത്ര ശുദ്ധമായിരുന്നു, സമാധാനിക്കുന്ന ആളാണ്. പക്ഷേ ഈ ലോബികൾ എനിക്കെതിരാണ്, എന്നുമാണ്, അവരെനിക്ക് വേണം. പക്ഷെ ജനം എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അടുത്ത പടം ഞാൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അവരാണ്. സാധാരണ താങ്കളുടെ സിനിമകളിൽ കഥ പറഞ്ഞു പോകുന്നതിനിടയിൽ താങ്കൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അതിലൊരു ഡൈവേർഷൻ ഉണ്ടാക്കുന്നു. അത് സംബന്ധിച്ച ഒരു വിമർശനം വളരെ ശക്തമായ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് അതിൽ വിമർശനം വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ആൾക്കാരൊന്ന് കൂവിയിരുന്നെങ്കിൽ ഈ വിമർശനം വരത്തില്ലായിരുന്നു. ഇത് വന്നത് അവർക്ക് ഇഷ്ടമായി, വന്നപ്പോൾ കഥ സജീവമായി. അവൻ ആരടാ ഇവൻ. നമ്മുടെ മെയിൻ അജണ്ട ഈസ് വാട്ട് വി ആർ ഡൂയിങ്, ദാറ്റ് ഈസ് കർമ്മ. അത് ഞാൻ സിൻസിയറാണ്. അത് ഞാൻ ഒരു തുള്ളി പോലും ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് തുടക്കം മുതൽ ഞാൻ കുടുംബ സംവിധാനം, അതിൽ മാറ്റം വന്നിട്ടില്ല. കുടുംബമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം അത് സന്തോഷകരമോ അല്ലെന്നുള്ളത് എൻ്റെ ഭാര്യ നിശ്ചയിക്കണം. അത് ഞാൻ അനുവർത്തിക്കുന്ന ഒരാളാണ്. റോസസ് ദ ഫാമിലി ക്ലബ് എന്ന് പറഞ്ഞ ഒരെണ്ണം കുടുംബ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ 20 വർഷമായിട്ട് നടന്ന ആളാണ്. സോ മൈ ലൈഫ് ഈസ് ആൾമോസ്റ്റ് വെരി ക്ലിയർ ടു പബ്ലിക്. മലയാള സിനിമ വളരെ ഗൗരവകരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുടുംബ ചിത്രങ്ങൾ, അതിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അല്ലെങ്കിൽ കുട്ട എന്ന് വിളിക്കുക, അമ്മു എന്ന് വിളിക്കുക, ഈ രീതിയിലുള്ള ചില വിളിപ്പേരുകളോടുകൂടി ഉള്ള ഭാര്യ ഭർത്തൃബന്ധങ്ങൾ. പക്ഷേ ഇപ്പോഴുള്ള മലയാള സിനിമയിൽ ഇതിൻ്റെയൊക്കെ അനുകരണങ്ങൾ കാണാം. അന്നത്തെ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ അതേ തരത്തിലുള്ളതെന്ന് മാത്രമല്ല, എക്സാക്റ്റ് എൻ്റെ ആ സമയത്ത് കണ്ട പല സിനിമകളിലും, എൻ്റെ പല പഴയ സിനിമകളിലെയും രംഗങ്ങൾ അതുപോലെ ആവർത്തിക്കപ്പെട്ട് സീക്വൻസ് ആയിട്ട്, അല്ലാതെ ഒരു ഷോട്ടൊന്നുമില്ല, ആശയം അതേമാതിരി. ഞാനത് പറയത്തില്ല, പക്ഷേ ഞാൻ പറയുമ്പം വീണയ്ക്ക് മനസ്സിലാവും, കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അത് ചെയ്തവർക്ക് മനസ്സിലാവും. അത് അപ്പം ഞാൻ അതിന് എടുത്തുണ്ടാകുമോ. ഞാനൊരു പടം എടുക്കുമ്പം അടുത്തൊരു പടം സബ്ജക്റ്റ് വരുമ്പം ഒരു സീൻ പോലും മറ്റേ പടത്തിൽ അങ്ങനെ ഉണ്ടോ, എന്നാൽ വേണ്ട, എന്തിനത് നമുക്ക് വേറെ ആരെയും ചിന്തിക്കാം. നമ്മൾ വീണ്ടും നമ്മുടെ ഐഡിയ ബാങ്ക് തുറക്കും. അപ്പം നമ്മുടെ അത്രയും ഇപ്പം സ്വാധീനമുള്ള നമ്മുടെ സിനിമയിലുണ്ടായിരുന്ന സ്വാധീനം കൊണ്ടാണല്ലോ എനിക്ക് പിന്നാലെ വന്നവർ അത് എടുത്തിട്ടത്. അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് അവിടെ ഒരു വിരോധമൊന്നുമില്ല. പക്ഷെ ഉണ്ട്. ബാലചന്ദ്രമേനോൻ എന്ന ബഹുമുഖ പ്രതിഭയെ ഇങ്ങനെയുള്ള ചില മാനറിസത്തിൽ കൂടി, അതായത് തലക്കെട്ടിൽ കൂടി അനുകരിക്കാവുന്നതേ ഉള്ളൂ എന്ന് മിമിക്രിക്കാർ വരുത്തി തീർത്തിട്ടുണ്ട്. അതിപ്പോൾ അവരാരെ വിടുന്നത്? ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും, മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിനെ ഒരു വട്ടോ ഒരു വര കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ലേ? അത് കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഒരു തവണയായിരിക്കും ഒരു പടത്തിൽ ഇങ്ങനെ കൈവച്ചത്. ഒരുപക്ഷെ ആ പാട്ട് രംഗത്തിൻ്റെ ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ ആസ്വാദ്യത കൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല, അത് ആൾക്കാരുടെ മനസ്സിൽ പിടിച്ച് പിന്നെ അവർ അത് വെച്ച് തന്നെ പെയിൻറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. അപ്പം നമുക്ക് അതൊരിക്കലും നമ്മുടെ കഴിവിനെ, അത് നമ്മുടെ കഴിവ് തലയെ കിട്ടുന്നതെല്ലാം തെളിയിക്കാനാണല്ലോ ഞാൻ തലയെ കെട്ടഴിച്ച് സമാന്തരങ്ങളിൽ അഭിനയിച്ചത്. അന്നത്തെ മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയിലെ അഭിനയം, ഇന്നത്തെ നടന്മാരുടെ അഭിനയം ഒരുപാട് വ്യത്യാസമുണ്ട്. യു ആർ റൈറ്റ്, 100% റൈറ്റ്. ഞാൻ നിസ്സാരം പറയാം, ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ ആ ഒരു കാര്യത്തിൽ, ഈ നമ്മളിപ്പോൾ നസീർ സാറ്,
മധു സാർ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു നമ്മളൊന്ന് ഗ്രേഡ് എടുത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സുകുമാരൻ സോമൻ, പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ഞാൻ, പിന്നെ താഴോട്ട് വന്ന ഇവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാഷ്വൽനെസ് ഉണ്ട്. ഒരു എന്താ പറയണ്ടേ, ഈ മെലോ ഡ്രാമ എന്ന രീതിയിലുള്ള അഭിനയം ഇപ്പം നമ്മൾ തമാശയ്ക്കാണ് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ തമാശിക്കാൻ വേണ്ടി നമ്മൾ മെലോ ഡ്രാമ കാണിക്കും. എനിക്കങ്ങനെ വലിയ ഇഷ്ടമാണ് എന്ന് പറയും. നമ്മൾ പഴയ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണക്കിറുക്കി നമുക്ക് ചിന്തിക്കുക. ഇപ്പോഴും നായിക എടുത്ത് പറയാൻ പറ്റും. ഇപ്പോൾ നായികമാർ തന്നെ നായകന്മാരെ മതിയാണ്. ദേ ആർ ഓൾസോ സോ ബോൾഡ്. അപ്പോൾ അവരിലൊക്കെയുള്ള ബോൾഡ് ലാംഗ്വേജ് മാറിക്കഴിഞ്ഞു. അതിനൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അഭിനയത്തിൽ അതിൻ്റെ സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഉറപ്പായിട്ടും അല്ല, അതുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പുതുതായിട്ട് വരുന്ന നടന്മാരിൽ ഞാൻ ആ ഒരു സംഭവം കാണുന്നുണ്ട്. വെരി കാഷ്വൽ ബിഫോർ ക്യാമറ. പണ്ടുള്ള കടിച്ചു പിടുത്തത്തിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ച് നിന്നെങ്കിൽ അഭിനയം ആകത്തുള്ള ധാരണയുള്ള കാലം പോയി. പക്ഷേ ഇവരുടെയൊക്കെ ചക്രവർത്തിയാണ് ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന സത്യൻ മാസ്റ്റർ. അദ്ദേഹം ഇന്നുണ്ടെങ്കിൽ 100 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓടയിൽ നിന്നിലേക്ക് പെർഫോമൻസ് അറിയാം. എന്ത് നാച്ചുറൽ സാർക്ക് കാണിക്കാൻ പറ്റുക. ബീഡി ചുണ്ടത്ത് ഞാൻ സതീശത്തോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്മോക്കറല്ല, അദ്ദേഹം ഒരു മദ്യപനല്ല. ഇത് രണ്ടും സ്ക്രീനിൽ കാണിക്കുമ്പോൾ അങ്ങനെ ബീഡി വെച്ചാൽ ബീഡി ആയിട്ടിരിക്കും, മറ്റു പലരും വെച്ചാൽ അത് ബീഡിയായിട്ട് തോന്നത്തില്ല, ധരിപ്പിക്കണം, ഇങ്ങനെ വരിക്കണം. ഇത് പുള്ളിയെ വെച്ചിട്ടുള്ള പുള്ളിയുടെ അത് വെക്കുന്നതോടുകൂടി ആ വരുന്ന ഒരു മുഖഭാഗദൃശ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ്. പ്രേക്ഷക ബഹുമാനത്തോടു കൂടിയുള്ള സിനിമകൾ, അഭിനയം അത് ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ച്യുതി എന്ന് പറയുന്നതല്ലേ, നാശമെന്ന് പറയുന്നത് അവിടെ നിൽക്കുകയല്ലേ. ഇപ്പം നേരത്തെ വീണ സൂചിപ്പിച്ചു പ്രതിസന്ധി. ഈ പ്രതിസന്ധി ആരുണ്ടാക്കിയത്? നമ്മളുണ്ടാക്കിയതല്ലേ. ഒരാൾ സിനിമ എടുക്കാൻ താല്പര്യമുള്ളൂ. ആ സിനിമ എടുക്കുന്നതിൻ്റെ പിന്നിലെ താല്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, ഇരുന്നോട്ടെ. ഇപ്പോഴത്തെ ആ സിനിമ വാങ്ങിക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ളൊരു ചാനൽ വരുന്നു. ദറ്റ് ഡിസ്കഷൻ ഇസ് ബിറ്റ്വീൻ ദ ചാനൽ ആൻഡ് ദ പ്രൊഡ്യൂസർ. ചാനലിന് ഇത്രയൊക്കെ ആൾക്കാർ കിട്ടിയ സിനിമ എടുക്കുക. അങ്ങനെയുള്ള ചാനലുകാരാണ് സിനിമ നിശ്ചയിക്കുന്നതെങ്കിൽ ഓരോ വ്യാഖ്യാനം വന്നുണ്ട്. ഇവർ ധാരണ എത്തുമ്പോൾ ഇവർ ഓർക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. കൊല്ലം ഗ്രാൻഡ് തിയേറ്ററിൻ്റെയും തിരുവനന്തപുരം ധമയാതിയുടെ വാതുക്കൽ വെയിലത്തുരുത്ത നിപ്പുണ്ട്. ശ്രീ ഇന്നാർ എഴുതി സംവിധാനം ചെയ്യുന്ന ഇന്നാർ അഭിനയിച്ച ചിത്രം വരാൻ പോകണമെന്ന് എഴുതിയിട്ട് ഇവൻ വെയിലും കൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു കുറച്ച് കാലം. ഇവർ നമ്മളെ ധാരണ ഇയാൾ 10 രൂപയ്ക്ക് സമ്മതിച്ചു. പുള്ളി മിടുക്കനായിട്ട് 8 രൂപ തീർക്കുക. 8 രൂപ തീർത്ത് 2 രൂപ പോക്കറ്റിലിട്ട് അദ്ദേഹത്തിൻ്റെ ഫൈലൗട്ടിലേക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. പടം തീർത്തിട്ടേ ഉള്ളൂ, ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ 2 രൂപയുടെ കുറവ് വരുത്തതിനകത്ത് ഈ പ്രേക്ഷകൻ്റെ കരുത്ത് ഞെരിച്ചു. തിയേറ്ററിൽ ജനം വന്നപ്പോൾ ഇന്നാരെഴുതിയ ഇന്നാരെ സംവിധാനം ചെയ്ത് ഈ പടം ഇങ്ങനെയോ, നമ്മളെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൻ 1 തവണ പോയി, 2 തവണ പോയി. അങ്ങനെ പിന്തിരിഞ്ഞപ്പോൾ ഇവർ മാർക്കറ്റിംഗ് കൂട്ടി. ആഫ്രിക്കയിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രം. ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഈ നൂറ്റാണ്ടിലെ നല്ല സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങ് പോയി ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ ഗോപാലപിള്ള അല്ല എന്നവരെ പറഞ്ഞു നോക്കി. ഇതിലൊക്കെ വിധേയനായിട്ട് ഈ പാവം വീണ്ടും വീണ്ടും കയറി വഞ്ചിക്കപ്പെട്ടു. ഇപ്പോൾ അവൻ തിയേറ്ററിൽ വരാത്ത അവസ്ഥയാണ്. ഈ ചതിക്ക് ആരാണ് ഉത്തരം പറയുക? ആലോചിക്കണം. പ്രേക്ഷകൻ എന്നും തിയേറ്റർ വരാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ ബിട്രേഡ്, ഹീസ് ബിട്രേഡ്. ഇനി ഈ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി സിനിമയിൽ വരേണ്ട ആൾക്കാരുടെ ഭാഗികമായ കടമ. മലയാള സിനിമ ഇന്ന് 2 സംവിധായകർ, നായകന്മാർ പല നായകന്മാർ, നായികമാർ പല നായികമാർ, അവർ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ക്ലൈമാക്സേ പാടുള്ളൂ. എന്ന് 2 ക്ലൈമാക്സ് ഉണ്ടായോ അന്ന് മലയാള സിനിമയുടെ നാശം ആരംഭിച്ചു. അത് തന്നെ വഞ്ചിക്കില്ല പ്രേക്ഷകർ. തിരുവനന്തപുരത്തേക്ക് ഒരു ക്ലൈമാക്സ്, കോഴിക്കോട്ടേക്ക് വേറൊരു ക്ലൈമാക്സ് വെച്ചാൽ അല്ല, പ്രേക്ഷകരെ വഞ്ചിക്കരുത്. ഓടണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എനിക്കുന്ന നിൽപ്പ് ഷർട്ടും എല്ലാം ഊരി നിൽക്കുക എന്നുണ്ടെങ്കിൽ 10 പേര് എന്നെയും കാണാൻ വരും. അതല്ലോ കലാകാരൻ്റെ ധർമ്മം. അപ്പോൾ നമ്മൾ ആ മാധ്യമത്തെ മാക്സിമം എബ്യൂസ് ചെയ്തു. അതിന്ന് മാറണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമയുടെ സ്വാധീനമെന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് പറയാൻ സമ്മതിക്കില്ല. നമുക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളെല്ലാം കണ്ടു കഴിയുമ്പോൾ എന്താണ് സിനിമ എന്ന് പറയുമ്പം അടുത്ത തലമുറ റെഡിയാണ്. മറയില്ലെന്ന് ഞാൻ പറയുകയാണ്. വി ഷുഡ് ബി ബോദർഡ് അബൌട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ. നമ്മൾ ഇന്നിരിക്കുന്നത് പണ്ട് പല ആൾക്കാരും വെച്ച മരത്തിൻ്റെ താഴെയാണ്. അവരുടെ നന്മയാണ്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന മരം വെട്ടി തിന്നുകയാണ്. യു ആർ ഡൂയിങ് റോങ്. ഇത് എവിടെയും ഞാൻ പറയാൻ തയ്യാറാണ്. എൻ്റെ സിനിമകളിൽ ഞാൻ കാണിച്ചത് മുഴുവൻ വേണം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഞാൻ നയം വ്യക്തമാക്കുന്ന പടത്തിൽ മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു. ശാന്തികൃഷ്ണൻ അടുത്ത് നിർത്തി ഞാൻ പറയിപ്പിച്ചു. എൻ്റെ കുടുംബം ശരിയല്ല. ഒരു കുടുംബം ശരിയാകാത്ത എനിക്ക് ഒരു മന്ത്രിയായിരിക്കാനുള്ള യോഗ്യതയില്ല.
വ്യക്തികൾ, അത് ചേരുന്നതാണ് കുടുംബം. കുടുംബം ചേരുന്നതാണ് സമൂഹം. സമൂഹം ചേരുന്നതാണ് രാഷ്ട്രം. ഇത് എഴുതിയത് ബാലേന്ദ്രമേനോനാണ് നയം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്നിതുവരെ ബാലേന്ദ്രമേനോന്റെ തിരക്കഥയ്ക്കും സംഭാഷണത്തിനും ഇവിടുത്തെ ഒരു അവാർഡ് കമ്മിറ്റിയുടെയും കണ്ണു പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ ഒരു അതാണ് അവരെന്നെ ഇനി എഴുതിപ്പിക്കും, ഞാൻ എഴുതുകയും ചെയ്യും. താങ്കളുടെ സിനിമയിൽ കുടുംബം നന്നാക്കാത്ത ഒരാൾക്ക് മന്ത്രിയായിരിക്കാൻ അർഹതയില്ല എന്ന് പറയാനുള്ള ധൈര്യം താങ്കൾ കാണിച്ചു അങ്ങനെയുള്ള സിനിമകൾ അത് ഞാൻ അന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഞാൻ പേനെടുത്ത് എൻ്റെ കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ റോസസ് ദ ഫാമിലി ക്ലബ് ഉണ്ടാക്കിയതും. കാരണം കുടുംബം ഭദ്രമാണ്. ഞാൻ ഇവിടുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇതൊരു പക്ഷേ ടെലിവിഷന് വന്നാൽ എൻ്റെ കുടുംബം ഇത് കാണേണ്ടതാണല്ലോ എന്നുള്ള ചിന്ത കൂടെ വരുമ്പോഴേ സമൂഹത്തിൽ ഡിസിപ്ലിൻ എന്താ മറയ്ക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങൾ ടോയ്ലറ്റിൽ കാണിക്കണം. ബാലചന്ദ്രൻ എന്ന് വെച്ചാൽ ഗണേഷ് കുമാർ വിഷയത്തിൽ ഗണേഷ് സിനിമയുമായി ബന്ധമുള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് താങ്കളുടെ സിനിമയിൽ പറഞ്ഞ ഈ ധൈര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ളവർ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് എന്നത് ഈ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട്. അല്ല, ഞാൻ പറയേണ്ട കാര്യം നയം വ്യക്തമാക്കുന്നു. ബാലേന്ദ്രമേനോൻ പറയുന്ന കാര്യമാണ് മമ്മൂട്ടി കൂടെ പറയിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, ദാറ്റ് ഇസ് മൈ സ്റ്റാൻഡ്. അപ്പം പിന്നെ എനിക്ക് വേറെ അഭിപ്രായങ്ങളുടെ കാര്യമില്ലല്ലോ. അതെന്റെ സ്റ്റാൻഡാണ്. അത് എവിടെ ഏത് മണ്ഡപത്തിൽ ഞാൻ പറയാൻ തയ്യാറാണ്. ബാലചന്ദ്രമേനോൻ ധിക്കാരിയാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാനൊരു ധിക്കാരിയാണെന്ന് വീണയ്ക്ക് വന്നിട്ടുണ്ട്. ദിഷണാപരമായ അല്ലെങ്കിൽ പ്രതിഭാപരമായ ആ രീതിയിലുള്ള, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു ആക്ഷേപം തോന്നുന്നത്. വേറെ ഒന്നും പറയാനില്ല, പിന്നെ അത് പറയാനുള്ളൂ. എല്ലാം കൊള്ളാം, പക്ഷേ ഭയങ്കര തലക്കാൻ എന്ന് പറയാൻ പോലല്ലേ. പക്ഷേ ഐ കോൾ എ സ്പേഡ്. ഞാൻ വിളിക്കേണ്ട രീതി, ഞാൻ അമ്മയാണ് സ്ഥലത്തിൽ പറയേണ്ടത്. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ കിട്ടും. അതിനെ ചോദിച്ചിരിക്കും. അതിൽ ഞാൻ മറയ്ക്കാം. ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയാൽ എനിക്ക് ക്ഷമ പറയാൻ യാതൊരു മടിയില്ല. പക്ഷേ ഞാൻ ക്ഷമ പറയണമെന്ന് 100 തവണ ആലോചിക്കും. കഴിവതും അതിനുള്ള അവസരം ഉണ്ടാക്കത്തില്ല. ഒരുപാട് സംവിധായകർ, ഒരുപാട് സിനിമകൾ, പക്ഷേ അവിടെയും രഞ്ജിത്തിന്റെ സിനിമ, ആഷിഖ് കപൂറിന്റെ സിനിമ തുടങ്ങിയ രീതിയിൽ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നമുക്ക് കംപ്ലീറ്റ് നൽകും. ഈ ഇത്രയും പടങ്ങളുടെ പേര്, കുടുംബനാഥനെ പറ്റി നമ്മൾ ചാടിപ്പോയി. ഈ പടങ്ങളുടെ പേര് ഞാൻ വായിക്കുമ്പോൾ വീണെടുത്തിയ ഡയറക്ടേഴ്സ് പേര് പറയാൻ പറയുമ്പോൾ ഇത് പലർക്കും ഡയറക്ടേഴ്സിൻ്റെ പേര് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സിനിമയെ പറയുന്നത് അവിടെയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഡയറക്ടേഴ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നെങ്കിൽ അത് ആരോഗ്യകരമായ ഒരു സിനിമയുടെ തുടക്കമാണ്. സ്വന്തമായ ഒരു സിനിമ, അത് സംബന്ധിച്ച ആലോചനകൾ തീർച്ചയായിട്ടും ഞാൻ ഈ വർഷം എല്ലാം ഇപ്പം ഞാനിപ്പോൾ നാളെ മമ്മൂട്ടിയെ ഒത്തൊരു മറ്റേ കുഞ്ഞനന്ദൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇവിടെ കൊല്ലങ്കോട് അതിലൊന്ന് അഭിനയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ ഈ വർഷം ഒരു, ഞാൻ പറഞ്ഞിരുന്നിൻ്റെ എല്ലാം മനസ്സിലാക്കി വേണം. ഇപ്പോഴത്തെ റെസ്ട്രിക്ഷൻ, ഏപ്രിൽ 18 കാര്യം നിസ്സാരം എടുത്ത മട്ട് എനിക്ക് ചിന്തിക്കാൻ ഒക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ലൊരു പരീക്ഷണമാണ്. അത് കണ്ടുകൊണ്ട് ഒരു സിനിമ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയെടുത്തതിന് അവസാനത്തെ ചോദ്യം, 4 വർഷം മാറി നിൽക്കുകയായിരുന്നില്ല, സമാന്തരമായി കുടുംബജീവിതം, വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുകയായിരുന്നു, മറ്റൊരു ലോകം അല്ലെങ്കിൽ ആസ്വദിക്കുകയായിരുന്നു എന്ന് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു. ഈ മാറ്റം ബാലചന്ദ്രമേനോൻ എന്ന മനുഷ്യനെ മാറ്റിയിട്ടുണ്ടോ? ഇത് സിനിമയിൽ പ്രതിഫലിക്കും? ഒരുപാട്. അല്ലെങ്കിൽ അർത്ഥമില്ലല്ലോ. കാരണം ഞാൻ വീട്ടിൽ നിന്ന്, അവിടെ നമുക്ക് നിർത്താം, വീട്ടിൽ നിന്ന് എറണാകുളത്ത് വന്ന്, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ചോദിക്കുക. ഞാൻ അമേരിക്കയ്ക്ക് പോവുകയാണ് ഒരു 4 ആഴ്ചത്തേക്ക്, ഓക്കെ ആണോ എന്ന് ചോദിച്ച് തിരിച്ചു വരണം. പൂർണ്ണബോധ്യമാണ്. കാരണം വേറെ ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ എനിക്കില്ല എന്നോർത്തോ. എൻ്റെ സംസാരം ഫോണിൽ കേട്ടപ്പോഴും ഡോക്ടർ വന്ന് നമുക്കൊന്ന് കിട്ടണേ പോവാം. പിന്നീട് ഡോക്ടർ പറഞ്ഞു, മേനോൻ്റെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ക്ലിനിക്കിൽ എനിത്തിങ് ബാഡ് വിത്ത് യു. ആ വന്ന ഞാൻ ഇവിടെ വന്ന് ഞാനും ഭാര്യയും ഡോക്ടറെ കാണാനായിട്ട് ഏർപ്പാടാക്കി ഇവിടുത്തെ ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആളഫേസറിനുണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റിൽ ഞാൻ നേരെ ആശുപത്രിയിൽ പോവുകയും ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും പിന്നെ അവിടുത്തെ അതേ ആശുപത്രിയിൽ തന്നെ ഏതാണ്ട് ഒരു 10-40 ദിവസം കിടക്കുകയും ചെയ്യുന്ന ഒരു ട്രാൻസിഷനാണ് ഞാൻ ജീവിതത്തിൽ കണ്ടത്. അപ്പോൾ എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ളൊരു വലിയ തിയറി എന്നെ ദൈവം പഠിപ്പിച്ച അപ്പോഴാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് അസുഖം വന്നപ്പം എന്നോട് പല ആൾക്കാരും കാണിച്ച കൃതജ്ഞതയാണ്. അതുണ്ടാവും. അത് ഞാൻ മനുഷ്യനായതുകൊണ്ട്, ഞാൻ മഹാത്മാഗാന്ധി ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്നെ ഇപ്പം നാളെ ഇവിടുന്ന് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കൊടുത്താകട്ടെ, അടുത്ത ദിവസം എന്നെ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഒരു റോഡിൽ ചോണ്ടുമ്പം നിങ്ങൾ എന്നെ കണ്ട് ഒരു പരിചയമില്ലാതെ പോവുകയാണെങ്കിൽ എൻ്റെ മനസ്സ് അല്പം ഒന്ന് നോവും. അത് നോവണം, അല്ലെ ഞാൻ മാടനായി പോകും. അപ്പോൾ എന്നെ ഹൈദരാബാദിലും തരും ഓരോരുത്തർ, ഇന്നലെ ഇത് പറഞ്ഞു, ഇതെല്ലാം ഞാനിങ്ങനെ കേട്ട് നല്ലൊരു ഗോസിപ്പ് മാനായിട്ട് മാറുകയാണ്. മനസ്സിൻ്റെ പ്രയാസം ഞാൻ ഇത്തിരി ഡിസ്റ്റർബ്ഡ്. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, കളയു ചന്ദ്രത എന്തിനത്? അല്ല, എന്നാലും അത് എങ്ങനെ എനിക്ക് വിഷമം ഉണ്ടാകുക. രാമായണ മാസമാണ്. അപ്പോൾ എൻ്റെ മനസ്സ് വളരെ കലുഷിതമാണ്.
സന്ധ്യയായപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി ഇൻറ്റ്യൂഷൻസ് ഇഷ്ടമാണ്. ഞാൻ ഈ പേജ് പകുത്തിട്ട് വായിച്ചപ്പോൾ ഒരു ഭാഗത്ത് കിടക്കുന്നു. ശരിയാണോ ഞാൻ പറഞ്ഞറിയുമെങ്കിലും പ്രത്യുപകാരം മറന്നീടിന പുരുഷൻ ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും. പെട്ടെന്ന് എനിക്കൊരു ഭയങ്കരമായൊരു ബോധോദയം ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ മേക്കപ്പ് ഇടുന്നു, പക്ഷേ അത് ജീവിച്ചിരിക്കുകയല്ല. ഡെഡ് ബോഡി ഈസ് ഡൂയിങ് മേക്കപ്പ്. വേറൊരാൾ ബെൻസാർ ഓടിച്ചു പോകുന്നു, പക്ഷേ ബെൻസാർ ഓടിക്കുന്നത് ഡെഡ് ബോഡിയാണ്. ഈശ്വര, എനിക്ക് ആരോടും വിരോധമില്ല, ഞാനങ്ങ് പോസിറ്റീവ്. ഇത് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ എന്നെപ്പോലെ ദുഃഖിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലായിടത്തും ഉണ്ടെന്നറിയാം. അവരെൻ്റെ ഉദാഹരണം കേട്ടിട്ട് സമാധാനിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. അല്ല, എൻ്റെ വാക്ക് സാമർഥ്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതാണ് ലോകം. ഞാൻ പഠിച്ചതാണ്. ഈശ്വരവിശ്വാസം കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുത്തെ പ്രസിദ്ധമായ അമ്പലങ്ങളിലൊന്നും എൻ്റെ എപ്പോഴും ഞാൻ പോകുന്ന വളരെ ആളൊതുങ്ങി ആരുമില്ലാത്ത കൊച്ചു ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഞാൻ പോവും, ഇരിക്കും. ഞാൻ ഹൈദരാബാദിലുള്ളപ്പോഴും എല്ലാവരും പറഞ്ഞ ചില മാർച്ച് ചില ആൽമരമൊക്കെ ആയിട്ട് ചില അമ്പലങ്ങളുണ്ട്. അവിടെ പകലൊക്കെ പോയി. എനിക്ക് അന്ന് ആ പണിയൊന്നുമില്ല. പോയി 10 തൊട്ട് 12 പേര് ധ്യാനത്തിലിരിക്കും. രസമാണ്. ചുമ്മാ കണ്ണടച്ചിരിക്കും, നോക്കി. എന്നെ ആരും അറിയുന്നില്ല എന്നുള്ളൊരു സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തെ ഞാൻ ആസ്വദിച്ചു. എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് ഒന്നിനെപ്പറ്റി ഞാൻ പരിതപിക്കേണ്ട ഒരവസ്ഥ എനിക്കില്ല. അതിന് എൻ്റെ ജഗദീശ്വരനോട് എല്ലാവരും പറഞ്ഞതാണ്, ഈശ്വര വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു പറയാണ്. ഇതിനെല്ലാം കാരണഭൂതനായ ഒരു ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ അനുഗ്രഹത്തിൽ തന്നെ ഞാൻ എൻ്റെ അടുത്ത സിനിമയും ചിന്തിക്കും. എല്ലാ ആശംസകളും. വളരെ നന്ദി. നമസ്കാരം.